സ്നേഹം കൊടുത്തും കൊതിച്ചും അവൾ പെയ്തൊഴിയാതെ ജൂൺ 30 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. വല്ല ചിന്തയും അവളുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം. വേണ്ട പ്രസീത, നമ്മളായിട്ട് ഈ വിഷയം സംസാരിക്കണ്ട. എന്നാലും ഒരു ശ്രദ്ധ വേണം. ഭാവനയുടെ കുഞ്ഞിനൊന്നും സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു. നിങ്ങൾക്ക് അപ്പോഴെങ്കിലും എന്നെ ഒന്ന് വിളിച്ച് പറയാൻ മേലായിരുന്നോ? പെട്ടെന്നുള്ള ഷോക്കിൽ ഒന്നിനും പറ്റിയില്ല വല്യമ്മ. ഈശ്വര, ഭരതേട്ടൻ മോനെ, ഭാവനയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അല്പം പ്രശ്നമല്ലേ? കുഞ്ഞിന്റെ പൊസിഷൻ മാറിപ്പോയെന്നാ ഡോക്ടർ പറഞ്ഞത്. ഈശ്വര, ഉടനെ തന്നെ സിസേറിയൻ വേണമെന്ന് പറഞ്ഞു. സിസേറിയൻ വേണമെന്നോ? എന്റെ ദൈവമേ, ഇനിയും ദിവസങ്ങളുള്ളതാണല്ലോ. അമ്മയേട്ടാ, അമ്മ അവിടെ ആകെ കരഞ്ഞു തുറന്നിരിക്കുക. ജയൻ ദേവനെയൊക്കെ അറിയിച്ചോ? അവരിവിടെ ഉണ്ടായിരുന്നു വല്യമ്മ. മാനസിക്ക് നാളെയാണല്ലോ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഓ, അത് ശരിയാണല്ലോ. വല്യമ്മ ഒന്ന് വന്ന് അമ്മയെ സമാധാനിപ്പിക്കേ. നിങ്ങളും വാ. മായേ, ഗായത്രി എവിടെ? അവിടെ ഇരിപ്പുണ്ട് മാമി. ഒരേ കരച്ചിലായിരുന്നു. ഒരു സമാധാനം ഇല്ല മാമി. രാവിലെ എന്ത് സന്തോഷത്തോടെ ഇരുന്ന ആളാ. നീ വിഷമിക്കാതെ മോളെ, ഭാവനയ്ക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല. ദൈവത്തിന് ഭാവനെ പരീക്ഷിച്ച് മതിയായിട്ടുണ്ടാവില്ല. അതുകൊണ്ടല്ലേ അവക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. നിമിഷ നേരം കൊണ്ടാ മാമി ഭാവനയ്ക്ക് ഇങ്ങനെ സംഭവിച്ചത്. ഇതൊക്കെ തന്നെയാ ഈ മനുഷ്യരുടെ അവസ്ഥ. ജാനകി, വിവരം അറിഞ്ഞിട്ട് എനിക്ക് ഒരു സമാധാനമില്ല. ജയേ, ഇപ്പൊ തളരുകയല്ല വേണ്ടത്. അറിയാലോ, നിന്റെ 2 പേരക്കുട്ടികളാ ഇപ്പൊ ജന്മം കൊള്ളാൻ പോകുന്നത്. അവർക്ക് ഒരു അബദ്ധം വരാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുള്ളൂ ജാനകി. മനസ്സിലിപ്പോ ഉള്ള സമാധാനം കൂടെ പോയി. അതൊക്കെ മാറും ജയേ. അല്ലെങ്കിൽ നോക്കിക്കോ, ഈശ്വരൻ നിന്റെ ഈ കൈകളിലേക്ക് 2 പേരക്കുട്ടികളെ തരും. അതും ഒരാപത്തും കൂടാതെ. എന്താടാ, സിസേറിയന് വേണ്ടി തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. സൂര്യ, എന്താ മോനെ, ടെൻഷനൊന്നും വേണ്ട. ഇപ്പൊ സിസേറിയനൊന്നും ഒരു വലിയ സംഭവമേ അല്ല. നോക്ക്, ഭാവനയും കുഞ്ഞിനെയും നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കും. ധൈര്യമായിട്ടിരിക്കും. സേതുവേട്ടാ, ചിലപ്പോ ഭാവനയ്ക്ക് വേണ്ടി ബ്ലഡ് കൊടുക്കേണ്ടി വരും. നമ്മളിൽ നിന്ന് പോരാതെ വരികയാണെങ്കിൽ പുറത്തുനിന്ന് സംഘടിപ്പിക്കേണ്ടി വരും. അതൊക്കെ റെഡിയാകാൻ സൂര്യ വിഷമിക്കാതെ. എന്താടാ പറ്റിയേ? ഭാവനയ്ക്ക് പെയിൻ വന്നു കൊണ്ടുവന്നതാ. അകത്ത് സിസേറിയൻ നടക്ക. അയ്യോ അജേട്ടാ, മാനസമോളെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. അതെന്താ പെട്ടെന്ന്? ചെറിയ പെയിൻ വന്നു. എന്താണ് ഇങ്ങനെ? നീ വേണ്ടി മറ്റുള്ളവർക്ക് ധൈര്യം കൊടുക്കാനായിട്ട്. ഞാൻ എന്ത് പറഞ്ഞാച്ചാ ധൈര്യം കൊടുക്കേണ്ടത്? എന്നോട് തമാശ പറഞ്ഞിരുന്നപ്പോഴാ ഭാവനയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എല്ലാ ദുരിതങ്ങളും മാറി പുതിയൊരു ജീവിതത്തിന്റെ തുടക്കമാണിപ്പോ എന്ന് ഭാവന പറഞ്ഞതാ. ദൈവത്തിന് ആ പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അച്ഛാ. അങ്ങനെയൊന്നും പറയാതടാ. ഇതൊക്കെ ദൈവത്തിന്റെ ഒരു പരീക്ഷണം മാത്രമായിട്ട് കണ്ടാൽ മതി. ഭാവനയ്ക്കൊരു ആപത്തും വരില്ല.
ദൈവത്തിനെ പരീക്ഷിക്കാൻ ഞങ്ങളെ കിട്ടിയുള്ളൂ അച്ഛാ. സത്യം പറഞ്ഞ ജീവിതം മടുത്തച്ഛാ. നീ ഇങ്ങനെ പറഞ്ഞാ പിന്നെ ഞാൻ എന്താടാ നിന്നോട് പറയാ? നീ എന്തിനാ ഒറ്റയ്ക്ക് ഇവിടെ വന്നിരിക്കുന്നത്? നോക്ക്, മനുഷ്യരായിട്ട് നമ്മളൊക്കെ ജനിച്ചു പോയില്ലേ, അപ്പൊ പിന്നെ അനുഭവിക്കേണ്ടത് അനുഭവിച്ചേ പറ്റൂ. സത്യം പറഞ്ഞ എനിക്ക് മതിയായി വല്യമ്മേ. പണത്തിനൊന്നും യാതൊരു സ്ഥാനവുമില്ല. നിങ്ങളിങ്ങനെ പല കോണിന്ന് ചിന്തിക്കാതെ ആ സമയം പ്രാർത്ഥിക്കേ. ഭാവനയുടെ കുഞ്ഞിന് ഒരാപത്തും വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേ. സേതു, 10 ജന്മങ്ങൾ അനുഭവിക്കേണ്ട ത്യാഗങ്ങള് ഒറ്റയ്ക്ക് അനുഭവിച്ചതാ ഭാവന. ദേ, അവള് തീയിൽ കുരുത്തത് തന്നെയാ. അതുകൊണ്ട് പെട്ടെന്നൊന്നും ഭാവനയ്ക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല. എനിക്കെന്തോ വല്യമ്മ പറയുന്നൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. അത്രമാത്രം വിഷമിച്ച് ഞാനിപ്പോ നിൽക്കുന്നത്. ദേവേട്ടാ, ഭാവനയ്ക്കും കുഞ്ഞിനൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമുക്കൊരു അന്നദാനം നടത്തണം. അതൊരു നല്ല കാര്യമല്ലേ ജയ? എപ്പോ വേണമെങ്കിൽ നടത്താം. ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ട് മതി അമ്മേ. അത് മതി, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എടാ, നിങ്ങൾ ആണുങ്ങൾ ഇങ്ങനെയായ പിന്നെ ഞങ്ങളുടെ അവസ്ഥ എന്താവും സേതു? നീ നോക്കിക്കോ സേതു, ഇതോടെ നമ്മുടെ സൂര്യയുടെ കുടുംബത്തിലെ സകല ദോഷങ്ങളും മാറും. ഇത് തന്നെയല്ലേ വല്യമ്മ എന്ത് വന്നാലും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാ ഇപ്പൊ അതുപോലെ ഒന്നും അല്ല സേതു. 2 കൺമണികളാ ഈ കുടുംബത്തിലേക്ക് വരാൻ പോകുന്നത്. നീ നോക്കിക്കോ, എല്ലാം ശരിയാവും. എടാ, കുഞ്ഞുങ്ങളെന്ന് പറയുന്നതേ ഐശ്വര്യത്തിന്റെ പ്രതീകമാ. അതുകൊണ്ടാ പലരും കുഞ്ഞുങ്ങളെ മുൻനിർത്തി ഓരോന്ന് ചെയ്യുന്നത്. നീ സമാധാനായിട്ടിരിക്കെ.